ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നൊരു വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ എപ്പോഴും വൈകിട്ടത്തെ പരിപാടി തന്നെ ചായ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചായക്കുള്ള വെള്ളം ഗ്യാസിൽ വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മോൾക്കും അപ്പോൾ ഇന്നൊരു ടൂർണമെൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെയും പോകണം, ഫുട്ബോൾ കളിയുടെ. അപ്പോൾ മോൾക്കപ്പോൾ കൊണ്ടുപോകാനുള്ള ബോട്ടിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മോൾക്ക് അപ്പോൾ വൈകുന്നേരം കൊടുക്കാനുള്ള കുറുക്കും റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം. അപ്പോൾ ബോട്ടിൽ കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം എടുത്ത് കൊണ്ടുപോക്കാണ് പതിവ്. അപ്പോൾ മോൾക്കുള്ള കുറുക്കും അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. മോളുടെ കുറുക്ക് വേഗം ഉണ്ടാക്കി വെച്ചാൽ ചൂടാറി വെക്കുകയാണ്. എന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. ചായ ആക്കി വെച്ചാൽ വെള്ളത്തിൽ നിന്ന് മോൾക്കുള്ള വെള്ളം കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബോട്ടിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് ആ ബോട്ടിലേക്ക് ചൂടുവെള്ളം അവൾക്ക് കൊടുക്കുന്നത്. അവൾക്കപ്പോൾ അവിടെ വെച്ച് വല്ല കരച്ചിൽ പെട്ടെന്ന് ഫീഡ് ചെയ്യാനൊന്നും പറ്റാത്ത അവസരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം തന്നെ ഞാൻ കൊടുക്കലാണ് പതിവ്. പിന്നെ വല്ല ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആക്കിക്കൊണ്ട് പോകലാണ്. ഓറഞ്ച് ഇടണ ആ നിപ്പിളും ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, അപ്പോൾ അതും കൊണ്ടുപോക്കുന്നുണ്ട്. അവളുടെ ഇതുപോലെ തന്നെ നോക്കിയിട്ട് എന്താ അവൾക്ക് ആവശ്യം അതിനനുസരിച്ച് ചെയ്തു കൊടുക്കലാണ് പതിവ്. അപ്പോൾ ബോട്ടിലൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും വൈകിട്ടാവുമ്പോൾ, അല്ലെങ്കിൽ പോകാൻ നേരത്തെ ഒരു തിരക്കായിരിക്കും. അപ്പോൾ എല്ലാം നേരത്തെ ഞാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും കുറേ അലക്കി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ വേഗം മടക്കിയൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ നേരെ കബോർഡിലേക്ക് പിന്നെ എടുത്ത് വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാഗിൽ മോനിക്കും മോൾക്കും ഒക്കെ കൂടി ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, കുർക്കുറയും കുറച്ച് നാരങ്ങ മിഠായിയും ലേസും കുറച്ച് ലോലിപോപ്പ് അങ്ങനത്തെ കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിലാക്കി സെറ്റ് ചെയ്ത് വെച്ച് അവരെ നമുക്ക് സെറ്റാക്കിയിരിക്കാനുള്ള നമുക്കത് ഫ്രീ ആയിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകി വെച്ചതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അടുക്കളയിൽ വന്ന് എടുത്ത് വെച്ച് വർക്ക് ഏരിയയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണത്, പാത്രമൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പം അതൊക്കെ കൊണ്ടുവന്ന് എടുത്ത് വെച്ച് കിച്ചൺ നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക്. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കെല്ലാം അടക്കിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും എടുത്ത് വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മോൾക്ക് അപ്പോഴേക്കും കുറുക്കൊക്കെ നന്നായി ചൂടാറിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മോൾക്കൊക്കെ വേഗം കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഇതാക്കിയപ്പോഴത്തേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് അപ്പോഴത്തേക്കും മഗ്‌രിബ് നിസ്കരിച്ച് ഓതലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇതിരുന്ന് അതിന് ശേഷമാണ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് പോണത്. മോളെ മേലൊക്കെ കഴിയിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. മോൾക്ക് സെബാമെഡിൻ്റെ ആണ് കേട്ടോ പൗഡറും ക്രീമൊക്കെ ഉപയോഗിക്കണേ. എന്തായി അങ്ങനെ മോളെ ജേഴ്സിയൊക്കെ ഇടിച്ച് നല്ല സെറ്റപ്പാക്കി നിർത്തിയേക്കാണ്. അടുത്തതെന്ന് വെച്ചാൽ മോനെ മേലെ ഇരിക്കാനും മോനെ ചെയ്യാനാണ് പാട്. മോൾ പിന്നെ എവിടെയെങ്കിലും ഇരുത്തിയാൽ അവളെ എടുത്ത് ചെയ്യിക്കാം. പക്ഷെ മോൻ്റെ പിന്നാലെ നടന്ന് ഓരോന്നും വീഡിയോ എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞിട്ടൊക്കെയാണ് മോനെ ഒരുക്കാനായിട്ട് പിടിക്കുന്നത്. മോളുടെ ഒരുക്കൊക്കെ ആദ്യമേ കഴിയും. അവർ രണ്ടുപേരും ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങാൻ നിൽക്കുകയുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഇവരെന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഒപ്പിക്കും. അങ്ങനെ മോനെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം
ഞങ്ങൾ പോവാനായിട്ട് ഞാനും റെഡിയാവാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഞാനും ഇക്കാക്കയും കൂടി ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ റെഡിയാവാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അതിന് മുമ്പായിട്ട് തലയിൽ ബീറ്റിയുടെ സെറോൺ പറ്റണത്. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലുള്ളതുകൊണ്ട് മക്കൾക്ക് മാത്രമായിട്ട് നല്ല സ്മെല്ലാണ് അതിൻ്റെ. ഇതാക്കിയപ്പോൾ മോനോട് നല്ല സ്മെല്ലായിട്ടുള്ള ഒരു അത്തറാണ്. ശേഷം ഹിമാലയയുടെ ഫേസ് വാഷ് വെച്ച് എല്ലാവർക്കും വാഷ് ചെയ്തതിന് ശേഷം ഒരു ഹിമാലയയുടെ തന്നെ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സ്മെല്ലാണ് അതിന്. ക്രീമൊക്കെ തേച്ചതിന് ശേഷം ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും ഒരു കൺമഷി എഴുതി അങ്ങനെ മേക്കപ്പ് ഇതാക്കിയ. കാജൽ ഇട്ടതെന്ന് വെച്ചാൽ മറ്റേ ജോയിസിൻ്റെ ഒരു കാജലാണ്. അതാണ് എടുത്തേക്കുന്നത്. പൗഡർ കൊച്ചിന് ഉപയോഗിക്കുന്ന പൗഡർ. പിന്നെ മേലൊഴിക്കാതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ മുട്ട ബജിയൊക്കെ റെഡിയായി. അതിന് ശേഷം മോനെ വിളിക്കണ ഇതാണ്. മോൻ അങ്ങോട്ട് ഓടിക്കളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് അവനെ വീഡിയോ എടുക്കാതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അത് പോവാനുള്ള തിടുക്കും. ഒരു നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് വന്നേക്കുന്നത്. ശേഷം എൻ്റെ വാച്ചും ഒരു ബ്രേസ്ലെറ്റൊക്കെ എടുത്ത് അതൊക്കെ ഇട്ട് ഇതാണ് എൻ്റെ ഫൈനൽ. എല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ പോവാൻ പോവുകയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു പെർഫ്യൂമും കൂടെ അടിക്കും. പെർഫ്യൂം എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം അടിക്കാമെന്ന് വെച്ചാൽ. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. നടന്നാണ് കേട്ടോ പോണേ. രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോകും. അങ്ങനെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ പിള്ളേരുടെ കളിയൊക്കെ നടക്കണുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഇക്കാക്കയുടെ കളിയായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അതിനിടയിൽ മോനിക്ക് അത് ഇൻ്റർവെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ കൊച്ചിന് ലേസും സ്നാക്സൊക്കെ കൊണ്ടുപോയേക്കണ്ടൊക്കെ അതൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. പിന്നെ ഇക്കാക്കയുടെ കളി ഇപ്പോൾ 2-1 ജയിച്ചു കേട്ടോ ഇക്കാക്കയുടെ കളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ബാക്കി ടീംസൊക്കെ നല്ല കളിയായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു വീട്ടിലെത്തിയ പാടെ മോൻ കിടന്നുറങ്ങി. മോൾ എന്ത് ചെയ്ത് ഉറങ്ങണുണ്ടായിരുന്നില്ല. അതും 12:45 ആയിട്ടുണ്ടാവും. 1 മണി അടുക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ.